യങ്സ്റ്റേഴ്സിന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പം എപ്പോഴും ക്ലാസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഹാളിൽ 500 ആളുണ്ടെങ്കിലും 500 ആളെ കൈ മേലോട്ട് പോകും. They will raise their hand, yes, I want to be successful. But in this world, 10% people are successful and 90% are clappers. 10% are performers and 90% are clappers. Why? എന്തുകൊണ്ടാണ്? ബിക്കോസ് എല്ലാവരും കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. യു ആർ ഹാപ്പി ഇൻ യുവർ കംഫർട്ട് സോൺ, അല്ലേ? കംഫർട്ട് സോണിൽ, കംഫർട്ട് സോണാണ് നമ്മളെ പ്രൊഫഷൻ. കംഫർട്ട് സോൺ ഈസ് ദ റിയൽ പ്രോബ്ലം. നമ്മളെ നമുക്ക് ഒരുപാട് കംഫർട്ട് സോൺസ് ഉണ്ട്. ബെഡ് ഈസ് യുവർ കംഫർട്ട് സോൺ. നൗ ഡേയ്സ് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ദെൻ ടി വി, ദെൻ ബാഡ് കമ്പനി, ഇതൊക്കെ നമ്മളെ കംഫർട്ട് സോണാണ്. യു ആർ നോട്ട് റെഡി ടു കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, രാവിലെ നമ്മൾ പഠിക്കാൻ അലാറം വെച്ചു, 5 മണിക്ക് അലാറം വെച്ചു. അലാറം അടിക്കുമ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും ചെയ്ത കാര്യമാണ് എന്ത്? അതൊന്ന് ഓഫാക്കി ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ സ്വയം ചോദിക്കും, ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് കിടക്കാം, എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. പിന്നെ അത് 10 മിനിറ്റ്, അരമണിക്കൂറായി, 1 മണിക്കൂറായി. പിന്നെ വിചാരിക്കും നാളെ രാവിലെ ആയാൽ ചെയ്യാമെന്ന് വിചാരിക്കും. ആ കംഫർട്ട് സോൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. വെൻ ദ അലാറം റിംഗ്സ് യു മസ്റ്റ് ജമ്പ് ഔട്ട് ഓഫ് യുവർ ബെഡ്, അല്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്പോർട്സ് താരങ്ങളെ നോക്കുക. അവര് രാവിലെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് അലാറം അടിക്കുമ്പോൾ അവർ ചാടി എഴുന്നേൽക്കും. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ഡു വാട്ട് ദേ ലവ്. നമ്മളെ ലൈഫിൽ 2 ചോയ്സ് നമുക്കുള്ളത്: ഡു വാട്ട് യു ലവ് ഓർ ലവ് വാട്ട് യു ഡു, അല്ലേ? ആദ്യത്തേതാണ് നല്ല ഒരു ചോയ്സ്. എന്താണ്? ഡു വാട്ട് യു ലവ്. അപ്പൊ സ്പോർട്സ് താരങ്ങൾ എന്താണ്, രാവിലെ 4 മണിക്ക് സ്പോർട്സ് ഗെയിംസിനൊക്കെ പോകുന്ന ആൾക്കാർ രാവിലെ 4 മണിക്ക് അലാറം വെച്ച് അവർ ചാടി എഴുന്നേൽക്കും. ഫിസിക്കലി ഭയങ്കര സ്ട്രെയിൻ ഉള്ള സംഗതിയാണ്. ബട്ട് ദേ ആർ ഡൂയിങ് വാട്ട് ദേ ലവ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റഡീസ്, അൺഫോർച്ചുനേറ്റ്ലി ഇസ് ദ മോസ്റ്റ് ബോറിംഗ് തിങ് ഇൻ ദിസ് വേൾഡ്. സോ അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ അലാറം വെച്ചാൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ കുറച്ച് വിഷമാണ്. നമുക്ക് തന്നെ കുറെ എക്സ്ക്യൂസ് പറയും. രാവിലെ നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് റെയിനിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മനസ്സിനോട് പറയുമ്പം നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നവർക്കാണ് ഈ ലോകം. നമ്മൾ സക്സസ്ഫുൾ ആകുന്ന അങ്ങനെയാണ്, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ. ഏതൊരു ആൾക്കാരെ എടുത്തോ, ഫോർ എക്സാമ്പിൾ നമ്മളെ ടെണ്ടുൽക്കർ ഉണ്ട്, നമുക്ക് ലേറ്റസ്റ്റ് സെൻസേഷൻ ഉണ്ട് വൈഭവ് സൂര്യവംശി, അല്ലെ? വൈഭവ് സൂര്യവംശി പറഞ്ഞൊരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 14 വയസ്സേ ഉള്ളൂ, അല്ലെ? IPL 1.1 ക്രോസിന്റെ രാജസ്ഥാൻ റോയൽസ് ആയിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് അയാള് ഫസ്റ്റ് IPL കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു, എന്താണ് ആഗ്രഹം ഇനി അങ്ങോട്ട്, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇപ്പോഴൊരു ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് ഒന്ന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നാ പറഞ്ഞു. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ അയാളെ റുട്ടീൻ ഡെയിലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ രാവിലെ 4 മണിക്ക് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. രാവിലെ 4 മണിക്ക് ഇറങ്ങി നേരെ ജിമ്മിൽ പോയി 2 മണിക്കൂർ വർക്കൗട്ട്. അത് കഴിഞ്ഞ് 6 മണി മുതൽ 6:30 മുതൽ നെറ്റ്സിൽ പ്രാക്ടീസ് അല്ലെ മാച്ചസ് കളിക്കാൻ പോവാണ്. അപ്പൊ അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ലൈഫിലെ ഗോൾ, ആ ഡെയിലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗോൾ സെറ്റ്? ഡെയിലി അയാൾ 100 ഓവേഴ്സ് ബാറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ. ഇഫ് ഹിസ് ഹെൽത്ത് ഈസ് ഓക്കെ, ഹി വിൽ ബാറ്റ് ഫോർ 100 ഓവേഴ്സ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അയാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയാൻ വെച്ചാൽ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വൈഭവ് സൂര്യവംശിയുടെ അമ്മ 2 മണിക്ക് എഴുന്നേൽക്കുന്നത്. അയാളൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ആയിരുന്നു. അപ്പം അമ്മ എന്ത് ചെയ്യണം? രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഉച്ചക്കത്തെ ലഞ്ചും പ്രിപ്പയർ ചെയ്ത് സ്നാക്സും റെഡിയാക്കി, ഇതൊക്കെ ടിഫിൻ ബോക്സിൽ റെഡിയാക്കി മോനെ യാത്രയൊക്കെയാണ്. ബിക്കോസ് അയാൾ ഒരു പർപ്പസിലുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്ക് എനിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്ന് അയാൾ പറഞ്ഞു. അമ്മ എന്നെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിച്ചത്. ഇപ്പൊ ഏതൊരു സ്പോർട്സ് പേഴ്സൺ ആണ്. ഇപ്പൊ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മളെ വാൻഖേഡെ സ്റ്റേഡിയത്തിൽ ലാസ്റ്റ് ടെസ്റ്റ് മാച്ച് കളിച്ച് റിട്ടയർ ചെയ്യുന്ന ഒരു ടെണ്ടുൽക്കർ ഒരു ഫെയർവെൽ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടില്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും അതൊന്ന് പോയിട്ട് 5-8 മിനിറ്റ് ഉണ്ട് തോന്നുന്നു, ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എല്ലാവരും കേൾക്കേണ്ട ഒരു സംഭവമാണ്. അയാളെ സക്സസിനെ പറ്റി പറഞ്ഞെന്താ അറിയോ? I have been getting up at 4 AM for the last 25 years. I have been getting up at 4 AM. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇതേപോലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, 6 മണി വരെ ജിമ്മിലാണ്, അതിനുശേഷം ഫുൾ ടൈം ക്രിക്കറ്റ് കളി തന്നെയാണ്. ദാറ്റ്സ് വൈ ഈസ് ദ ജീനിയസ് കോൾഡ് ടെണ്ടുൽക്കർ, അല്ലെ? യു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ടു എനിത്തിങ് യു ലവ്. നമ്മൾ ഇഷ്ടമുള്ള എന്തിനും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താലേ യു വിൽ ബി സക്സസ്ഫുൾ.
So you want to become a doctor, engineer, pilot or anything, you must get up at 4 a.m. or 5 a.m. and you should be going through your studies, അല്ലേ? അപ്പം സ്റ്റഡീസ് വളരെ ബോറിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യു മസ്റ്റ് അത് അതിൽ കൂടെ കടന്നു പോയേ മതിയാവും. സോ ടു ബി സക്സസ്ഫുൾ യു കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ, ബി അൺകംഫർട്ടബിൾ ഇൻ യുവർ യങ് ഏജ് എന്നാണ്. അൺകംഫർട്ടബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ആരും കംഫർട്ടബിൾ അല്ല. So be uncomfortable in your young age. Young age, the definition of young age is you are at the peak of your energy level. അല്ലേ? നമ്മളെ ഏറ്റവും നമുക്ക് എനർജി ഉണ്ടാവുന്ന പ്രായം അത് യങ് ഏജ് ആണ്. യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് യു ആർ ഇൻ യുവർ യങ് ഏജ്, at the peak of your energy. Make use of that energy and go for your goals. Okay? All the best. Try your level.